നാട്ടിൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് മൊത്തം ഭാഗങ്ങളും വീടിൻ്റെ ഉള്ളിലും എല്ലാം കുറേ വീടുകൾ നശിച്ച്, കുറേ വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറി. വീടും തൊടിയും ഏതാണെന്ന് അറിയണില്ല, കിണറുകൾ മനസ്സിലാവണില്ല, ഒന്നും അറിയുന്നില്ല. ഇതിൽ നല്ലതും കെട്ടതുമായിട്ടുള്ള എല്ലാ കച്ചറ വെള്ളങ്ങളും മിക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആളുകൾ, ആരാണിത് ഫസ്റ്റ് കാണിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല, ഒരു റീൽസിന് വേണ്ടിയിട്ട് ആളുകൾ ഇതിലേക്ക് ചാടുകയും ആ കലങ്ങിയ വെള്ളത്തിൽ നീന്തി കുടിക്കുകയും അതിൽ ആ വെള്ളം വായിലാക്കിയിട്ട് പുറത്തേക്ക് തുപ്പുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊണ്ടിട്ട് ആ വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഓർക്കണം, ഇത് സാധാ ഒരു മഴ പെയ്തിട്ടുണ്ടായൊരു വെള്ളം മാത്രമല്ല. ഇത് കുറേ ഈ വാഷ്റൂമിൻ്റെ ഈ കക്കൂസ് ടാങ്കുകൾ പോലത്തുള്ള സംഭവങ്ങളും അതുപോലെ ഈ കിച്ചണിൻ്റെ വേസ്റ്റ് ടാങ്കുകളും എല്ലാം നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. അഴുക്കിയ സാധനങ്ങളും എല്ലാ പണ്ടാറങ്ങളും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്നിട്ട് ഇനി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇനി ഫീവർ പോലത്തെ വൈറലായിട്ടുള്ള അസുഖങ്ങൾ ഓരോന്ന് വൈറസുകൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ടും ഈ ആരോഗ്യമന്ത്രിക്കായിരിക്കും പിന്നെയും പ്രശ്നം. ആരോഗ്യമന്ത്രി നോക്കിയില്ലാന്ന്. ഈ കുരിപ്പുകൾ വെള്ളത്തിൽ ചാടുന്നതിന് ആരോഗ്യമന്ത്രിമാരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പണ്ട് ഇതുപോലെ ഒന്ന് പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചറിനെ കുറേ പറഞ്ഞിരുന്ന ആൾക്കാർ, അത് പാവം ഓടിക്കടച്ച് ഉണ്ടാക്കി കുറേയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നാണ്. അതിനുശേഷം വേറൊരു ആരോഗ്യമന്ത്രി വന്നു. ആരോഗ്യമന്ത്രിക്ക് പിന്നെ ഒച്ച കേട്ടപ്പോൾ തന്നെ പെടലി ഒളിക്കുക, അത് അങ്ങനെയും പോയി. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മുടെ ജീവന് സുരക്ഷത വരുത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് നോക്കേണ്ടത്. നിങ്ങൾ ഇത് കാണിക്കുന്ന ഈ റീൽസുകൾ കണ്ടിട്ട് ചെറിയ പൈതങ്ങൾ ചാടും. ഇതിപ്പോൾ കിണറ്റിൽ കാണാൻ വീഴുക, കക്കൂസും കുഴിയിൽ കാണാൻ വീഴുക എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒന്നായിട്ട് മൊത്തം നാശമായി കിടക്കുകയാണ്. ഇതൊന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളങ്ങൾ കാണാത്ത പോലെ നമ്മുടെ പാടത്തും ഇതിലും തോടുകളും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് ഒഴുകി പോയതിന് ശേഷം നല്ല തെളിഞ്ഞ വെള്ളം വരും. അതിൽ ചാടി കളിക്കുക, കുളിക്കുക, റീൽസ് എടുക്കുക, എന്തെങ്കിലും ചെയ്യുങ്ങൾ. ഇതെല്ലാം വന്നിട്ട് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു അസുഖം ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളിൽ ഈ സമയങ്ങളിൽ പുറത്ത് പോകാതിരിക്കുക, പുറത്തുള്ള വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. സംഭവം ചില ആളുകൾക്ക് ഇതിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ കുരുക്കൾ വരും. അങ്ങനെ വന്നിട്ട് അത് പൊട്ടി ഒലിച്ച് അതൊരു ചൊറിയായി മാറും. കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലാണിപ്പോൾ ഈ നീന്തി കളിക്കുന്നത്. മറ്റെന്താ പറയുക, ഫസ്റ്റത്തെ ഒരു മഴ കഴിഞ്ഞ് വന്ന് പാടത്ത് കൂടെയൊക്കെ കണ്ടിട്ടുണ്ട്, ഏറ്റുമീൻ കയറുന്ന പോലെ ഓരോ കുളം നിറഞ്ഞിട്ട് അതിലെ മീനുകൾ നീന്തി കയറി വരും പുല്ലിൽ കൂടെ. അതുപോലെ നിങ്ങളിങ്ങനെ നീന്തി കളിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, നാളത്തെ അസുഖക്കാർ നിങ്ങളാണ് കേട്ടോ. ഇതിലേക്ക് ചാടി കളിക്കുക. ഇത് ഈ മക്കൾ കണ്ടിട്ട് മക്കളും ചാടും. പിന്നെ അവരുടെ അസുഖങ്ങൾ മാറുമോ? ഈ ശ്വാസം മുട്ടൽ പോലത്തെ ഒരുപോലെ അലർജി പോലത്തെ അസുഖങ്ങൾ വിട്ടുപോകില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇതൊന്നും കാണിച്ച് ഈ കസർത്തുകളൊന്നും കാണിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു 10 ലൈക്കിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ അവനവൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കണത് എന്നുള്ള ഒരു ചെറിയൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, അല്ല ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചോദിക്കട്ടോ, പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു സൈഡ് മഴ പെയ്യണു, വെള്ളം നിറയണു, ഓരോ സ്ഥലങ്ങൾ ഒലിച്ചു പോണു, ഒരു സൈഡിൽ റീൽസ് എടുക്കുന്നു, ചാടി കളിക്കുന്നു. എന്ത് ലോകം ഇത്? എത്ര കിട്ടിയാലും ഈ മലയാളികൾ പഠിക്കുക? വല്ലാത്തൊരവസ്ഥയല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അസുഖം നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് പറയും ആരോഗ്യമന്ത്രി ശരിയല്ല എന്ന്. ഇതിന് ഈ കണ്ട ആളുകൾക്കൊക്കെ പാടാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും വേണ്ടേ? എവിടെ ഈ കൊണ്ടുപോയി കിടത്തുക? ഹോസ്പിറ്റലും വെള്ളത്തിലാ. വല്ലാത്തവരെ ജന്മങ്ങൾ. അടിപൊളിയാണ്, നന്നായി നീന്തി കളിക്കും.